നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച വിഷയം, ആ വിഷയം ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ കത്തിയെരിയുകയാണ്. വീണ്ടും മുറുമുറുപ്പ് ശക്തമാകുകയാണ്. വിവാദങ്ങളിൽ സംസ്ഥാന നേതൃത്വവും അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടറിക്കും ഔദ്യോഗിക വിഭാഗത്തിനുമെതിരെ പത്തനംതിട്ട CPMൽ വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. തിരുത്തൽ നടപടിക്കിറങ്ങിയ പാർട്ടിയെ ഉദയഭാനുവും സംഘവും ചേർന്ന് പ്രതിസന്ധിയിലാക്കി എന്ന കുറ്റപ്പെടുത്തലാണിപ്പോൾ ശക്തമാകുന്നത്. BJP വിട്ടുവന്ന 62 പേരെയാണ് ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും ചേർന്ന് സ്വീകരിച്ചത്. അതിൽ പ്രധാനി ശരൺ ചന്ദ്രൻ കാപ്പ കേസ് പ്രതിയായി എന്നതായിരുന്നു തിരിച്ചടിയായി മാറിയത്. യദു കൃഷ്ണൻ എന്ന യുവാവ് കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. പോരാത്തതിന് SFIക്കാരെ ഉൾപ്പെടെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് തിരയുന്ന സുധീഷിനും മാലയിട്ട് സ്വീകരണം നൽകി. ഒരു വിഭാഗം നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് കേസുകളെല്ലാം ഒഴിവാക്കി നൽകാമെന്ന ഡീലിലാണ് ജില്ലാ സെക്രട്ടറി ഇഡ്ഡലി എന്ന ശരൺ ചന്ദ്രനെയും കൂട്ടാളികളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതെന്നാണ്. മലയാലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും പാർട്ടി പ്രാദേശിക ഘടകങ്ങളെ പോലും അറിയിക്കാതെ സ്വീകരണ പരിപാടി നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നത് ഈ വിവാദങ്ങൾ ഓരോന്നും പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്നാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്വീകരിക്കാൻ പോയ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നു. ഇത് പാർട്ടിയെ വലിയ രീതിയിലാണ് വെട്ടിലാക്കിയത്. പത്തനംതിട്ടയിലെ വിവാദങ്ങളിൽ സംസ്ഥാന നേതൃത്വവും അതൃപ്തി തുടരുകയാണ്. ഒരു വിഭാഗം ജില്ലാ നേതാക്കൾ ഉന്നയിക്കുന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ്. അതേസമയം കുമ്പഴയിൽ നിന്നും മലയാലപ്പുഴയിൽ നിന്നും CPMനോടൊപ്പവും DYFIയോടൊപ്പം പ്രവർത്തിക്കാൻ എത്തിയവരെക്കുറിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്നത് കള്ളപ്രചാരണമാണ് എന്ന ഒരു പ്രസ്താവന CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നടത്തിയിരുന്നു. വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞാണ് ഒരു സംഘം യുവാക്കൾ പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പം അണിചേരാൻ എത്തിയതെന്നും അതിൽ ഒരാൾക്കെതിരെ കാപ്പ ചുമത്തപ്പെട്ടിരുന്നു എന്നത് തെറ്റായ വാർത്തയാണെന്നും നിലവിൽ പുരോഗമന പ്രസ്ഥാനത്തോടൊപ്പം എത്തിയവരിൽ ആർക്കുമെതിരെ കാപ്പ കേസ് ഇല്ല എന്നുമായിരുന്നു ഉദയഭാനുവിന്റെ പ്രസ്താവന. കാപ്പ കേസ് ചുമത്തപ്പെട്ടാൽ എങ്ങനെ ആ വ്യക്തിക്ക് ജില്ലയിൽ താമസിക്കാനാകുമെന്നും അതില്ലാത്തതിനാലാണ് അയാൾ സ്വീകരണ പരിപാടിക്ക് എത്തിയതെന്നും KP ഉദയഭാനു പറഞ്ഞു. 4 പഞ്ചായത്തിലെ യുവമോർച്ചയുടെ ഭാരവാഹിയായിരുന്നു ശരൺ. രാഷ്ട്രീയ കേസുകൾ മാത്രമാണ് ഇയാൾക്കെതിരെയുള്ളത്. വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്നത് കള്ളപ്രചാരണമാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ നുണപ്രചാരണ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന നുണ ഫാക്ടറികളായി മാറിയെന്നും KP ഉദയഭാനു വിമർശിച്ചു. കാപ്പ കേസിനെ കുറിച്ച് പോലും ശരിയായ ധാരണ ഇല്ലാതെയാണ് മാധ്യമപ്രവർത്തകർ വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്നും ഇതിനെതിരെ ശരൺ ചന്ദ്രൻ തന്നെ നിയമ നടപടി സ്വീകരിക്കുമെന്നും KP ഉദയഭാനു പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.